ഹലോ ഓൾ വെൽക്കം ടു വീഡിയോഗിഫൈറ്റ്. സോ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എസ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. സോ അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതുപോലെ എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലോ. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് മൊഡ്യൂൾ, നമ്മൾക്കിവിടെ രണ്ട് സെക്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് രണ്ട് സെക്ഷനിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ മാർക്ക് ചെയ്ത് പോകാം. കമ്മിങ് ടു ദ ഫസ്റ്റ് ഏരിയ, ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസ്. അതിൽ ഡാറ്റാബേസ് സിസ്റ്റം കൺസെപ്റ്റ് ആൻഡ് ആർക്കിടെക്ചർ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ ആർക്കിടെക്ചർ മൾട്ടിപ്പിൾ ടൈംസ് 2019 സ്കീമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പോഴത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. സോ ആർക്കിടെക്ചർ ഈസ് ലിറ്റിൽ ബിറ്റ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമുക്കിതിൽ ഡാറ്റ മോഡൽസ് വരുന്നുണ്ട്, ബട്ട് അതിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. കൂടുതലും ആർക്കിടെക്ചറിലേക്ക് ഫോക്കസ് ചെയ്യുക. സ്കീമാസ് ആൻഡ് ഇൻസ്റ്റൻസ്, അതിന്റെ ഡിഫറൻസ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 3 സ്കീമ ആർക്കിടെക്ചർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആക്ച്വലി ഒന്നോ രണ്ടോ തവണ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതും 2019 സ്കീമിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാനത് മാർക്ക് ചെയ്യുന്നില്ല. ദെൻ കംസ് ഡാറ്റാബേസ് ലാംഗ്വേജ് ആൻഡ് ഇന്റർഫേസ്, സെൻട്രലൈസ്ഡ് ആൻഡ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ഫോർ DBMS. ഇത് ഇപ്രാവശ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ പല വേരിയേഷൻസിൽ ആക്ച്വലി ചോദിക്കും. ഈ ഒരു ആർക്കിടെക്ചർ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് പല വേരിയേഷൻസിൽ ഇതിലെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത സെക്ഷൻ കൺസെപ്ഷ്യൽ ഡാറ്റ മോഡലിംഗ് ആൻഡ് ഡാറ്റാബേസ് ഡിസൈൻ. സോ ഇതിൽ ആക്ച്വലി ഡാറ്റ മോഡൽ യൂസിങ് എൻറ്റിറ്റി, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ER മോഡൽ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫോർ എക്സാമ്പിൾ എന്താ പറയാം, ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ്, ഇത് രണ്ടിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും മാറി മാറി വരാറ് ER മോഡൽ വരയ്ക്കാൻ വേണ്ടി. സോ ഇത് രണ്ടിന്റെയും ER മോഡൽ എന്തായാലും പഠിക്കുക. ബാക്കി ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ നിന്ന് നമ്മൾ പഠിച്ചത് വെച്ച് എഴുതുന്ന രീതിയിലേക്ക് നമ്മൾ അതിലൊരു എന്താ പറയാ, ഒരു പ്രാക്ടീസ് പോലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ ഒരു നല്ല കാര്യമായിരിക്കും. ദെൻ കംസ് എൻറ്റിറ്റി ടൈപ്സ്. എൻറ്റിറ്റി ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വീക്ക്, സ്ട്രോങ് എന്നുള്ള രീതിയിൽ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. എൻറ്റിറ്റി സെറ്റ്സ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ആട്രിബ്യൂട്ട്സ് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കീസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, പലതരത്തിലുള്ള കീസ് ആയിട്ട് തന്നെ നമുക്കതിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. റിലേഷൻഷിപ്പ് ടൈപ്പ്, സെറ്റ്, റോള്, സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്, വീക്ക് എൻറ്റിറ്റി ടൈപ്സ്. ലൈക്ക് എൻറ്റിറ്റി ടൈപ്സിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു വീക്ക്, സ്ട്രോങ് എന്നുള്ളത്. അതിൽ വീക്ക് എൻറ്റിറ്റി ടൈപ്സ് ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സ് ആക്ച്വലി അറിഞ്ഞിരിക്കണം, ബട്ട് അതുമായി റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ബട്ട് അത് അറിഞ്ഞിരിക്കണം, എന്നാലേ ബാക്കിയുള്ള മോഡ്യൂൾസിൽ നമ്മൾക്കത് വേണ്ട രീതിയിൽ എന്താ പറയാ, അതിന്റെ കറക്റ്റ് യൂസേജ് നമുക്ക്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ അതിനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് എനിക്കിതിൽ തരാൻ പറ്റുന്നത്. മേ ബി ക്വസ്റ്റ്യൻസ് വന്നേക്കാം, ബട്ട് ഇതുവരെയുള്ള അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ചാൻസ് കുറവാണ്. റിഫൈനിങ് ദ ER ഡിസൈൻ ഫോർ കമ്പനി ഡാറ്റാബേസ്. അത് ER ഡിസൈൻ ഞാൻ പറഞ്ഞ പോലെ ലൈബ്രറി മാനേജ്മെന്റ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഇതിന്റെയും കൂടെ അങ്ങ് പഠിച്ചു വെച്ചാൽ ആ ഒരു മോഡ്യൂൾ നമുക്ക് നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ആക്ച്വലി ഡാറ്റാബേസ് യൂസേഴ്സ് എന്നൊരു ടോപ്പിക് ഉണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്നുള്ള രീതിയിൽ നമുക്ക് സ്ട്രക്ചറുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകും. ദിസ് ഇസ് ഓൾ അബൌട്ട് ഫസ്റ്റ് മോഡ്യൂൾ. കമ്മിങ് ടു ദ സെക്കൻഡ് മോഡ്യൂൾ, ആക്ച്വലി SQL ഏരിയ ആണ്. റിലേഷണൽ ഡാറ്റ മോഡൽ ആൻഡ് SQL. സോ ദ റിലേഷണൽ ഡാറ്റ മോഡൽ ആൻഡ് റിലേഷണൽ ഡാറ്റാബേസ്. സോ റിലേഷൻ ഡാറ്റ മോഡലും റിലേഷൻ ഡാറ്റാബേസും ഒറ്റ ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാമെങ്കിൽ കൂടിയും റിലേഷണൽ ഡാറ്റാബേസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചധികമായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2-3 തവണ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആക്ച്വലി റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. റിലേഷണൽ ഡാറ്റ മോഡലും കൂടെ ആക്ച്വലി ഇതിന്റെ കൂടെ പഠിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, കാരണം ഇല്ലെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കൺസ്ട്രെയിൻ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. അതുകൊണ്ട് സെപ്പറേറ്റ്ലി മാർക്ക് ചെയ്യുന്നു. കൺസ്ട്രെയിൻസും ഇമ്പോർട്ടന്റ് ആണ്. റിലേഷണൽ അൽജിബ്ര, ഇത് ഇഷ്ടംപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് ഓപ്പറേഷൻസ്, കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ റിലേഷണൽ അൽജിബ്ര ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. റിലേഷണൽ കാൽക്കുലസ് ആക്ച്വലി
ക്വസ്റ്റ്യനുകൾ ഡയറക്റ്റ്ലി കാണാറില്ല. ബട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ്ലി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ലാസ്റ്റ്. ഓക്കെ. SQL. അതിൽ തന്നെ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിന്റെ അടിയിലാണ് ആക്ച്വലി SQL ക്വയറീസ് അഥവാ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരിക. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആക്ച്വലി ഒരു എന്താ പറയാ ബി പാർട്ടിൽ തന്നെ അത്യാവശ്യം നല്ല മാർക്കിന് SQL ക്വയറീസിന്റെ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളാം. അസേർഷൻസ്, ട്രിഗർ, ഇത് രണ്ടിന്റെയും ഡിഫറൻസ് ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുണ്ട്. സോ അത് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. വ്യൂസ് ഇപ്രാവശ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യനിൽ പെട്ടതാണ്. റിലേഷണൽ ഡാറ്റാബേസ് ഡിസൈൻ, ER ടു റിലേഷണൽ മാപ്പിംഗ്, അതായത് കൺവേർഷൻ ഉണ്ട്. റിലേഷണൽ ഡാറ്റാബേസ് ER ബേസ് ചെയ്തിട്ടുള്ള കൺവേർഷൻ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പോവുക. അത് ആക്ച്വലി ഈ ഒരു മൊഡ്യൂളിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒന്നാണ്. കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബൌട്ട് ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ റിലേഷണൽ അൽജിബ്രയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ആക്ച്വലി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. സോ അത് പ്രത്യേകം ഒന്നെടുത്ത് പഠിച്ചിട്ട് പോകുന്നത് ചെറുതായിരിക്കും. ഓക്കെ. കമ്മിങ് ടു ദ തേർഡ് മൊഡ്യൂൾ, നമുക്കിവിടെ ഉള്ളത് ഡാറ്റാബേസ് ഡിസൈൻ തിയറി, നോർമലൈസേഷൻ, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പല തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലൈസേഷൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ആക്ച്വലി ഇതിനകത്തൊരു BCNF എന്നൊക്കെ പറഞ്ഞൊരു ഫോം കൂടെ ഉണ്ട്. ബട്ട് അത് നിങ്ങൾക്ക് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നോർമൽ ഫോംസ് 1NF, 2NF, 3NF എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ നമ്മൾക്ക് ആക്ച്വലി ഇവിടെ വരുന്നത് ട്രാൻസാക്ഷൻ മാനേജ്മെന്റ്, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. അതിൽ തന്നെ ട്രാൻസാക്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക, ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ അതിലെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കോൺകറൻസി കൺട്രോൾ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഷെഡ്യൂൾസ്, അത് സീരിയലൈസിബിലിറ്റി, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് തുടങ്ങിയ കുറച്ച് ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട്. അത് ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. ഇതിൽ പിന്നെ നമുക്ക് വരുന്ന ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻസിന്റെ ഏരിയയിൽ നമുക്കൊരു ടോപ്പിക് വരുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്സ് അത് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സീരിയൽ കോൺകറന്റ് ഷെഡ്യൂൾസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കോൺകറന്റ് ഷെഡ്യൂൾ. ഓക്കെ, ഇത്തരം ടോപ്പിക്സ് ഇതിൽ നോക്കുക. 2 phase ലോക്കിംഗ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കോൺകറൻസി കൺട്രോളിൽ 2 phase ലോക്കിംഗ് ആണ് വരുന്നത്. അത് രണ്ടും ഒരു പാർട്ടായിട്ട് തന്നെ വരുന്നതാണ്. ബട്ട് 2 phase ലോക്കിംഗ് എക്സ്ട്രാ എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോവുക. ഡിഫേർഡ് അപ്ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കാനാണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഇതിൽ കണ്ടത് ഇവിടെ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആംസ്ട്രോങ് ആക്സിയം എന്ന് പറഞ്ഞൊരു ടോപ്പിക് കണ്ടിട്ടുണ്ട്. ബട്ട് സിലബസിൽ ഇവിടെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. ബട്ട് അനോമലി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, അത് ഇതിന്റെ പാർട്ടാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതെന്തായാലും ഒന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ ക്ലോഷർ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും ഉണ്ട്. ഇതും ഒന്ന് ആക്ച്വലി നോക്കിയിട്ട് പോയാൽ നന്നായിരുന്നു. ശ്രദ്ധിക്കുക, ആംസ്ട്രോങ് ആക്സിയം 2019 സ്കീമിൽ ഒരു ഹൈലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ സിലബസിൽ ഉണ്ടോ എന്നുള്ളത് ക്ലിയർലി ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഫോർവേഡ് ചെയ്യാവുള്ളൂ എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ കംസ് ദ ലാസ്റ്റ് മൊഡ്യൂൾ. ആക്ച്വലി ഭയങ്കര കുഞ്ഞു മൊഡ്യൂളാണ്, അതുകൊണ്ട് ഇതിലെല്ലാം പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ആൻഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 2019 സ്കീമിൽ ഇതിന്റെ പോർഷനെ ആക്ച്വലി ഇല്ല. NoSQL 1-2 പോർഷൻസ് മാത്രമേ ഞാൻ ആക്ച്വലി കണ്ടുള്ളൂ. സോ ഐ റെക്കമെൻഡ് ടു സ്റ്റഡി ദ ഓൾ ടോപ്പിക്സ് ഇൻ ദിസ് മൊഡ്യൂൾ. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് NoSQL എന്തായാലും പഠിക്കുക. ക്യാപ് തിയറും ബേസ് തിയറും. ക്യാപ് തിയർ അതിൽ ആക്ച്വലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചെറിയ മാർക്കിനും ബേസ് പ്രോപ്പർട്ടീസ് വലിയ മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. യൂസ് കേസസ് പഠിക്കുക, ലിമിറ്റേഷൻസ് പഠിക്കാൻ പറ്റില്ലെങ്കിലും യൂസ് കേസസ് എങ്കിലും പഠിക്കുക. കീ വാല്യൂ സ്റ്റോർ, ഗ്രാഫ് സ്റ്റോർ, കോളം ഫാമിലി സ്റ്റോർ, ഡോക്യുമെന്റ് സ്റ്റോർ, എല്ലാ സ്റ്റോറുകളും പഠിക്കുക. ഇതൊരു
എന്താ പറയാ പാർട്ട് ബിയിൽ തന്നെ ഒരു നല്ല മാർക്കിന് ആക്ച്വലി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതും റിപ്പീറ്റഡ് ആയിട്ട് വേണമെങ്കിൽ വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊന്നും ഇനി ചോദിക്കാനില്ല. ഭയങ്കര കുഞ്ഞു മൊഡ്യൂൾ ആയതുകൊണ്ട് വേറൊന്നും ചോദിക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഡാറ്റാബേസ് എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത ടോപ്പിക്സ് എല്ലാം നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്യുക. ആൻഡ് ഇത് ജസ്റ്റ് പാസ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്സും നല്ല രീതിയിൽ പഠിക്കുക. കാരണം ഇത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഒരു കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴും ഒക്കെ ആണെങ്കിലും ഡാറ്റാബേസ് നമുക്ക് എന്തായാലും ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ടോപ്പിക്കിനെയും പറ്റി അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ് ഫോർ യർ എക്സാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ദിസ് ഇസ് മീ അലൻ ജോസ് സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ടു ബി ടെക്കിഫൈഡ്. താങ്ക് യു.